2024 മറ്റൊരു തെരഞ്ഞെടുപ്പ് യുദ്ധത്തിന് രാജ്യം സാക്ഷിയാകാൻ പോകുന്നു. കേരളത്തിലും അതിനൊരു തുടക്കമിട്ടിരിക്കുന്നു. ഇടത് പക്ഷത്തിൻ്റെ 15 സ്ഥാനാർത്ഥികളെയും CPM-ൻ്റെ 15-ഉം മറ്റ് 5 സ്ഥാനാർത്ഥികൾ ഘടകകക്ഷികളുടെയും CPI-യുടെ 4-ഉം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ 1 സീറ്റും ഇതിൽ പ്രഖ്യാപനം ആയി കഴിഞ്ഞിരിക്കുന്നു. പതിവ് പോലെ അങ്ങനെ ഇത്തവണയും LDF തന്നെയാണ് ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോൺഗ്രസ് ആകട്ടെ ചില സീറ്റുകളിൽ ധാരണയാക്കിയിട്ടുണ്ട്. പക്ഷേ ലീഗിൻ്റെ പല ബുദ്ധിമുട്ടുകൾ, ലീഗിൻ്റെ സമ്മർദ്ദ തന്ത്രങ്ങൾ, ഇതിലൊക്കെ കടുത്ത അനിശ്ചിതാവസ്ഥ തുടരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ മണ്ഡലങ്ങളിലും സിറ്റിംഗ് MP-മാരാണ് സ്ഥാനാർത്ഥികൾ എന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഔദ്യോഗികമായി അവരുടെ പേര് പ്രഖ്യാപിക്കാൻ പറ്റാതെ ഇരുട്ടിൽ തപ്പുന്നു കോൺഗ്രസ്. CPM-ഓ രാഷ്ട്രീയ രംഗത്തെ പത്തരമാറ്റുള്ള തിളക്കമാർന്ന മുഖങ്ങളെയാണ് ഇപ്പോൾ LDF സ്ഥാനാർത്ഥികളെ അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം CPM-ൻ്റെ 15 സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രഖ്യാപിച്ചപ്പോഴും അതിലും മുതിർന്ന പാർട്ടി നേതാക്കൾ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, മന്ത്രി, പുതുമുഖങ്ങൾ എല്ലാവരുമുണ്ട്. ആരായാലും ഇവരിലെല്ലാവരിലും വിജയപ്രതീക്ഷ ഒരുപോലെയാണ്. ഈ 20 സ്ഥാനാർത്ഥികളെ അതിവേഗത്തിൽ വ്യക്തതയോടെ കൃത്യതയോടെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞത് ഇടത് ജനാധിപത്യ മുന്നണിയുടെ നേരാണ് വ്യക്തമാക്കുന്നത്. രാഷ്ട്രീയമായി സ്ഥിരതയുള്ളൊരു മുന്നണിയാണ് LDF എന്ന് അത് വീണ്ടും എടുത്തു കാട്ടുന്നുണ്ട്. അതിഗംഭീരമെന്ന് LDF-ൻ്റെ പട്ടികയെ ചൂണ്ടിക്കാട്ടി രാഷ്ട്രീയ എതിരാളികൾ പോലും പറഞ്ഞു തുടങ്ങി. അവിടെ വ്യക്തമാകുന്നത് മുന്നണിയുടെ കെട്ടുറപ്പും പാർട്ടികൾ തമ്മിലുള്ള ഐക്യവും തന്നെയാണ്. അതിവേഗം സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയതോടെ LDF-ൻ്റെ സ്ഥാനാർത്ഥികൾ സജീവമായി രംഗത്ത് വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ UDF-നും ഇനി തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചേ പറ്റൂ, തീരുമാനിച്ചേ പറ്റൂ. BJP-യുടെ അവസ്ഥ പരിതാപകരമാണ്. ഒരു മണ്ഡലത്തിൽ പോലും ഇതുവരെ അവർക്കൊരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനോ ചൂണ്ടിക്കാട്ടാനോ സാധിച്ചിട്ടില്ല. മാധ്യമങ്ങൾ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും അഭ്യൂഹങ്ങൾ, ഊഹാപോഹങ്ങളല്ലാതെ പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും ഒക്കെ ആരാണ് സ്ഥാനാർത്ഥിയെന്ന് ഇപ്പോഴും വ്യക്തമല്ല. കാരണം തീരുമാനം വരേണ്ടത് ഡൽഹിയിലാണ്. തൃശ്ശൂർ, തിരുവനന്തപുരം അടക്കം 20 സീറ്റുകളിൽ ആരൊക്കെയെന്ന് NDA ആണ് ഇനി പ്രഖ്യാപിക്കേണ്ടത്. അപ്പോഴേക്കും ലോക്സഭാ വോട്ടെടുപ്പ് അടുത്തേക്ക്. പക്ഷേ അതൊന്നും അവർക്കൊരു വിഷയമേ അല്ല. BJP-ക്ക് അതൊരു കുട്ടിക്കളിയാണ് അന്നുമിന്നും. BJP-യെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താനാണ് CPM ശ്രമിക്കുന്നതെന്നും അതിനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞതായും കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോഴാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കിയത്. അതിൻ്റെ അർത്ഥം വളരെ വ്യക്തമാണ്. കോൺഗ്രസ് വോട്ടുകളടക്കം BJP-ക്കെതിരെ വീഴണം. അവ വന്ന് വീഴേണ്ടത് ഇടത് അക്കൗണ്ടിൽ തന്നെയാണ്. കാരണം ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. BJP വിരുദ്ധ വോട്ടുകൾ ഏകോപിപ്പിക്കും എന്ന CPM-ൻ്റെ നിലപാട് വളരെ കടുത്തൊരു നിലപാട് തന്നെയാണ്, വ്യക്തമായ നിലപാട് തന്നെയാണ്. കേന്ദ്രത്തിൽ BJP-ക്കെതിരെ ഇന്ത്യ മുന്നണി വിജയിച്ച് കയറി വരണമെങ്കിൽ ആ വോട്ടുകൾ വീഴേണ്ടത് ഇവിടെ CPM-ന് തന്നെയാണ്, ഇടതു മുന്നണിക്ക് തന്നെയാണ്. BJP മുന്നേറി എന്ന പ്രചാരണ വേല കോർപ്പറേറ്റ് മാധ്യമങ്ങൾ രാജ്യമൊട്ടാകെ എടുത്ത് പ്രചരിപ്പിക്കുന്നുണ്ട്. കേരളത്തിലും അതിന് കാര്യമായി ചില കോർപ്പറേറ്റ് ചാനലുകൾ വെള്ളവും വളവും നൽകുന്നുണ്ട്, പേരെടുത്ത ചാനലുകൾ. പക്ഷേ LDF-ഓ കോർപ്പറേറ്റ് മൂലധനത്തിനും ഹിന്ദുത്വ അജണ്ടയ്ക്കും ബദലായി കേരളത്തിൽ തങ്ങളുടെ മതനിരപേക്ഷ നിലപാടുകൾ വ്യക്തമായി ഉയർത്തിക്കാട്ടി ജനത്തിന് മുന്നിൽ വോട്ട് തേടുകയാണ് ഇടതുപക്ഷം. ഈ കോൺഗ്രസിൻ്റെ അവസ്ഥ കേരളത്തിൽ അല്പം ദയനീയം തന്നെയാണ് ഇപ്പോഴും. സിറ്റിംഗ് MP-മാർ തന്നെ ഇത്തവണ മത്സരിക്കുമെന്ന് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിനു മുമ്പ് തന്നെ 6-ലധികം സിറ്റിംഗ് MP-മാരാണ് തങ്ങൾ മത്സരിക്കാനില്ല എന്ന് വ്യക്തമായി പറഞ്ഞത്. ആറ്റിങ്ങലിൽ താൻ മത്സരിക്കാനില്ല എന്ന് ആദ്യം പറഞ്ഞത് അടൂർ പ്രകാശ്. പക്ഷേ ഇപ്പോൾ അടൂർ പ്രകാശിന് മത്സരിക്കാൻ ഇറങ്ങേണ്ടി വന്നിരിക്കുന്നു. കണ്ണൂരിൽ ഇത്തവണ ഞാൻ ഇല്ല എന്ന് പരസ്യമായി പറഞ്ഞത് പിന്നീട് KPCC പ്രസിഡന്റ് K. സുധാകരൻ. തനിക്ക് പ്രസിഡന്റായിരിക്കണം, തനിക്ക് ഒരുപാട് തിരക്കുണ്ട്. പക്ഷേ ഹൈക്കമാൻഡ് ശക്തമായി പറഞ്ഞിരിക്കുന്നു അവിടെ പോയി മത്സരിക്കാൻ. K. മുരളീധരൻ്റെ അവസ്ഥയും വടകരയിൽ ഇത് തന്നെയാണ്. വട്ടിയൂർക്കാവിൽ സജീവമാണെപ്പോഴും K. മുരളീധരൻ. ലക്ഷ്യം നിയമസഭ തന്നെ. കൊടിക്കുന്നിൽ സുരേഷിന് മാവേലിക്കരയിൽ വലിയ താല്പര്യമൊന്നുമില്ല. താല്പര്യം സംസ്ഥാന നിയമസഭയിലേക്ക് എത്താനാണ്. പാർലമെൻറ്റിൽ തോറ്റാൽ അടുത്ത തവണ നിയമസഭാ സീറ്റ് പോലും ലഭിക്കില്ല എന്ന് കൊടിക്കുന്നിൽ വ്യക്തമായി അറിയാം. ആലപ്പുഴയിൽ ഇതേ തന്ത്രം തന്നെയാണ് KC വേണുഗോപാലിൻ്റെതും. നിയമസഭാ മോഹൻ തന്നെയാണ് അവിടെയും വേണുഗോപാലിന്. TN പ്രതാപൻ തൃശ്ശൂരിൽ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ് ഇത്തവണ താൻ ഉണ്ടാകില്ലെന്ന്. പക്ഷേ സുരേഷ് ഗോപിക്കെതിരെ മത്സരിക്കേണ്ടി വരും, VS സുനിൽകുമാറിനെതിരെ മത്സരിക്കേണ്ടി വരും. പത്തനംതിട്ടയിൽ ആൻ്റണിയും ഇത്തവണ മത്സരിക്കാനില്ലെന്ന് പറഞ്ഞ് ആദ്യം വിമുഖത കാട്ടി. ഇപ്പോൾ CPM-ൻ്റെ സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കിനെതിരെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. കാസർഗോഡാകട്ടെ രാജ്ഭവൻ ഉണ്ണിത്താൻ അവിടെ വിമത ഭീഷണിയിലാണ്. മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ വിമത ശല്യം കാരണം ഇത്തവണ കെട്ടിവെച്ച കാശ് പോലും തിരിച്ചു കിട്ടുമോ എന്നൊരു
വിഷമത്തിലും ഭീതിയിലുമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. മത്സരിക്കാൻ തയ്യാറാകാത്ത സിറ്റിംഗ് എംപിമാർക്ക് ഒരു കോൺഫിഡൻസ് നൽകേണ്ടത് കെ സുധാകരനും വി ഡി സതീശനുമടക്കം KPCC നേതൃത്വമാണ്. പക്ഷേ സുധാകരനും സതീശനും ഒരു യാത്ര പോയതോടെ ഇരുവരും തമ്മിൽ തർക്കമായി, പിണക്കമായി, തെറിവിളിയായി. ഈ പിണക്കം എത്ര കാലം മുന്നോട്ട് പോകുമോ അത്രയും കാലം കോൺഗ്രസ് എന്ന ആ ഒരു മെഷീനറി മുന്നോട്ട് പോകുകയുമില്ല. അത് അവർക്ക് വ്യക്തമായി അറിയാം. ഇതിലൊന്നും ആശങ്കപ്പെടാതെ ഒരു വശത്തു നിന്നും ഒന്നാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് ഏതാണ്ട് പൂർത്തീകരണത്തിൻ്റെ സമയത്ത് ആ വക്കിലെത്തിയിരിക്കുന്നു CPM, CPI, കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ, ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥികൾ. LDFിൻ്റെ ലക്ഷ്യം BJP വിരുദ്ധ വികാരം കേരളത്തിൽ മുതലെടുക്കുക, BJPയെ അധികാരത്തിൽ നിന്നും രാഷ്ട്രീയത്തിൽ നിന്ന് വരെ അകറ്റി നിർത്തുക, എന്നിട്ട് ഇന്ത്യ മുന്നണിക്ക് കരുത്തേക്കാൻ കേരളത്തിൽ നിന്നും ഒരു 2 അക്ക വിജയം, പറ്റുമെങ്കിൽ 20 സീറ്റുകളും നേടിക്കൊടുക്കുക എന്ന് തന്നെയാണ്. 8ഓളം മണ്ഡലങ്ങളിൽ CPMന് വിജയപ്രതീക്ഷ കൂടുതലാണ്. തൃശ്ശൂരും മാവേലിക്കരയും ഒക്കെ വീണ്ടും CPIയുടെ സീറ്റുകളിലും വിജയപ്രതീക്ഷയുണ്ട്. ബാക്കി വരുന്ന മണ്ഡലങ്ങളിൽ അവ പിന്നീടാണെങ്കിൽ ഒപ്പത്തിനൊപ്പം എത്തിപ്പെടുത്താൻ വേണ്ടി അവിടുത്തെ പ്രവർത്തനങ്ങൾ കൂടുതൽ വേഗത്തിലാക്കുകയാണ് CPM. ഇതാണിപ്പോൾ CPMൻ്റെ തീരുമാനം. അപ്പോൾ 2024 മറ്റൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പോടെ അറിയാം 400+ BJP കേന്ദ്രത്തിൽ വീണ്ടും അധികാരത്തിൽ തുടരുമോ, അതോ ഇന്ത്യ മുന്നണി എന്ന മറ്റ് കോൺഗ്രസ് അടക്കം CPM അടക്കം ഉള്ള പ്രതിപക്ഷ പാർട്ടികൾ യോജിച്ച ഇന്ത്യ മുന്നണി ഇത്തവണ രാജ്യത്തിൻ്റെ ഭാവി തീരുമാനിക്കുമോ എന്ന്. രണ്ടായാലും അജഗജാന്തര വ്യത്യാസമാണ്. BJP രാജ്യത്തെ വർഗീയ രാജ്യമാക്കി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇന്ത്യ മുന്നണിയാകട്ടെ CPMൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ രാജ്യത്ത് ഒരു മതേതര നിലപാടുകൾ വീണ്ടും ഉയർത്തിക്കാട്ടണം എന്നൊരു പ്രതീക്ഷയിൽ മുന്നോട്ട് പോകുന്നു. ഇവിടെ ആര് ജയിക്കും? മതം ജയിക്കുമോ, ജനം ജയിക്കുമോ? ജനത്തിൻ്റെ രാജ്യത്തൊട്ടായുള്ള ചിന്ത ഇതാണ്: മതം ജയിക്കുമോ, ജനം വിജയിക്കുമോ എന്നുള്ളത്.